മലപ്പുറത്ത് ഒരു വീട്ടിൽ പ്രസവിച്ച സ്ത്രീ മരിക്കുന്നു. ഇത് കേട്ടിട്ട് പലരും ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഒരു വീട്ടിൽ ജനിക്കുന്ന കുഞ്ഞിന് ജനന സർട്ടിഫിക്കറ്റ് കൊടുക്കാമെങ്കിൽ ഈ വിഷയത്തിൽ ആർക്കെതിരെ എങ്ങനെ കേസെടുക്കാൻ പറ്റുന്നത്? ഈ വിഷയത്തിലെ നിയമം ഇതാണ്. ഇന്ത്യയുടെ പുതിയ ക്രിമിനൽ നിയമമായ ഭാരതീയ ന്യായ സംഹിതയുടെ 92-ാം വകുപ്പിൽ പറയുന്നൊരു കാര്യം, ജനിക്കാനിരിക്കുന്ന ഒരു കുഞ്ഞ് എന്തെങ്കിലും കാരണത്താൽ മുതിർന്ന ആളുകളുടെ എന്തെങ്കിലും പ്രവൃത്തി കൊണ്ടോ എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യാതിരിക്കുന്നതുകൊണ്ടോ മരണപ്പെട്ടാൽ അത് നരഹത്യയാണെന്നുള്ളതാണ്. ഇത് 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ്. മാത്രമല്ല, ഇത്തരത്തിലുള്ള കാര്യം കൊണ്ട് ഒരു ഗർഭിണിയായ സ്ത്രീയാണ് കൊല്ലപ്പെടുന്നതെങ്കിലും അതും നരഹത്യ തന്നെയാണ്. ഇനി ഭാരതീയ ന്യായ സംഹിതയുടെ തന്നെ 93-ാം വകുപ്പ് അനുസരിച്ച് 12 വയസ്സിൽ താഴെയുള്ള ഒരു കുഞ്ഞിന് എന്തെങ്കിലും ഒരു രോഗം മുതിർന്നവരുടെ പ്രവൃത്തി കൊണ്ടോ അല്ലെങ്കിൽ പ്രവൃത്തികൾ ചെയ്യാതിരിക്കുന്നതുകൊണ്ടോ പിടിപെട്ട് കഴിഞ്ഞാൽ അത് 7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണെന്നുള്ളതാണ്. മാത്രമല്ല, ജുവനൈൽ ജസ്റ്റിസ് ആക്ടിലെ സെക്ഷൻ 75 അനുസരിച്ച് ഒരു കുഞ്ഞിനെ കാരണമൊന്നുമില്ലാതെ അബാണ്ടൻ ചെയ്യുക അല്ലെങ്കിൽ കുഞ്ഞിനെ ഉപേക്ഷിക്കുക, കുഞ്ഞിന് എന്തെങ്കിലും ചികിത്സ നൽകാതിരിക്കുക എന്നത് 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ്. കുഞ്ഞുങ്ങൾക്കും ഗർഭിണികൾക്കും ചികിത്സ നൽകാതിരിക്കാൻ പലരും ആശ്രയിക്കുന്ന പല വീഡിയോകളും യൂട്യൂബിലുണ്ട്. അവർ പറയുന്നൊരു കാര്യം, ഇനി ചികിത്സയൊന്നും ആവശ്യമില്ല, പ്രാർത്ഥന മതി എന്നുള്ളതാണ്. ഇന്ത്യയിൽ 1954 മുതൽ നിലനിൽക്കുന്ന ഒരു നിയമമാണ് ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡീസ് ആക്ട്. ഈ നിയമം അനുസരിച്ച് ഏതെങ്കിലും ഒരു രോഗത്തിനോ ഏതെങ്കിലും ഒരു മെഡിക്കൽ കണ്ടീഷനോ ചികിത്സ വേണ്ട, പ്രാർത്ഥന മതി, അത്ഭുത പ്രവർത്തികൾ മതി എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്, പരസ്യം നടത്തുന്നത്, അനൗൺസ് ചെയ്യുന്നതൊക്കെ 1 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള യൂട്യൂബ് ചാനലുകൾക്കെതിരെയും കേസെടുക്കാവുന്നതാണ്. കേരള പബ്ലിക് ഹെൽത്ത് ആക്ട് അനുസരിച്ച് ഗർഭിണികളുടെയോ കുഞ്ഞുങ്ങളുടെയോ അല്ലെങ്കിൽ കൗമാരപ്രായക്കാരുടെയോ ആരോഗ്യത്തിന് കോട്ടം വരുന്ന പ്രവൃത്തികൾ റിപ്പോർട്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്തം പ്രാദേശിക തലത്തിലുള്ള പബ്ലിക് ഹെൽത്ത് ഓഫീസേഴ്സിനുണ്ട്. ഇത് റിപ്പോർട്ട് ചെയ്തിട്ടും ഈ പറയുന്ന ആളുകൾ അനുസരിക്കുന്നില്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിനോട് റിപ്പോർട്ട് ചെയ്യേണ്ടതും സ്റ്റേറ്റ് ഗവൺമെന്റിനെ കൊണ്ട് നടപടി എടുപ്പിക്കാനുള്ള കാര്യങ്ങളും ഈ ആക്ടിൽ പറയുന്നു. ചുരുക്കത്തിൽ, വീട്ടിൽ ജനിക്കുന്ന കുഞ്ഞിന് ബർത്ത് സർട്ടിഫിക്കറ്റ് നൽകുന്നത് കുഞ്ഞ് എവിടെ ജനിച്ചാലും ബർത്ത് സർട്ടിഫിക്കറ്റ് നിഷേധിക്കപ്പെടരുത് എന്നുള്ള വ്യവസ്ഥ കൊണ്ടാണ്. അതല്ലാതെ കുഞ്ഞിനോ ഗർഭിണികൾക്കോ ആവശ്യമുള്ള ചികിത്സ നൽകാതിരിക്കുന്നത് നിയമപരമല്ല.